Good morning, students. We are going to start our next unit, which consists of pedigree analysis. So, today we will just look into the general introduction part of pedigree analysis. So, what is pedigree analysis? Pedigree analysis is an important tool for studying human inherited diseases. You know, there are so many diseases which occurs in a family in an inherited form. It is passed on from parents to the offsprings in an hereditary form. So, in order to study such diseases, we are using pedigree analysis. And they are the diagrams that make it easier to visualize the relationship within families, particularly large extended families. You know, your families has having relatives or far relatives also. So in order to visualize the relationship within the family members, we are using a diagram known as pedigree. Pedigrees are often used to determine the mode of inheritance. There are different types of inheritance such as dominant inheritance, recessive inheritance, etc. for a genetic disease. So in order to identify the mode of inheritance of a genetic disease, we are using pedigree. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെഡിഗ്രി അനാലിസിസ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അപ്പോൾ പെഡിഗ്രി അനാലിസിസ് ആണ് നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റ്. അപ്പോൾ ഒരു യൂണിറ്റ് മൊത്തം പെഡിഗ്രി അനാലിസിസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പെഡിഗ്രി അനാലിസിസ് എന്താണ്? പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻഹെറിറ്റഡ് ഡിസീസസ് സ്റ്റഡി ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. അപ്പം ചില കുടുംബങ്ങളിൽ പാരമ്പര്യമായിട്ട് ചില ഡിസീസസ് കണ്ടുവരുന്നുണ്ട്. അതായത് അച്ഛന് വന്നിട്ടുണ്ടെങ്കിൽ മകനും വരും, അങ്ങനെ മകന് വന്നിട്ടുണ്ടെങ്കിൽ മകൻ്റെ മകനും വരുന്ന പാരമ്പര്യമായിട്ട് ചില കുടുംബങ്ങളിൽ കണ്ടുവരുന്ന ചില അസുഖങ്ങളുണ്ട്. ആ അസുഖങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളാണ് പെഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ചില ഫാമിലീസിൽ കണ്ടുവരുന്ന ഡിസീസസ് ഉണ്ട്. അപ്പോൾ ആ കോമൺ ആയിട്ടുള്ള ഇൻഹെറിറ്റഡ് ഡിസീസസിന്, അതായത് ആ ഡിസീസസ് അവർ ഇൻഹെറിറ്റ് ചെയ്യുന്നത് അവരുടെ പാരൻസിൽ നിന്നോ ഗ്രാൻഡ് ഫാദേഴ്സിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഇൻഹെറിറ്റഡ് ഡിസീസസിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് പെഡിഗ്രി. പെഡിഗ്രി ആക്ച്വലി ഒരു ഡയഗ്രാമാണ്. ആ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ അച്ചാച്ചനും നമ്മുടെ അച്ചാച്ചൻ്റെ അച്ഛനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരും നമ്മളും തമ്മിലുള്ള റിലേഷൻസ് നമുക്ക് എന്ത് വെച്ച് കാണിക്കാൻ പറ്റും? ഈ പെഡിഗ്രി എന്ന് പറഞ്ഞ ഡയഗ്രാം വെച്ചിട്ട് കാണിക്കാൻ പറ്റും. അതുമാത്രമല്ല, പെഡിഗ്രി ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം പല ടൈപ്പ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. ഡോമിനൻ്റ് ഇൻഹെറിറ്റൻസ് ഉണ്ട്, റിസസീവ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. അപ്പോൾ ജനറ്റിക് ഡിസീസസിൻ്റെ ഇൻഹെറിറ്റൻസ് ഡോമിനൻ്റ് ആണോ റിസസീവ് ആണോ എന്നൊക്കെ നമുക്ക് ഈ പെഡിഗ്രി വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ പെഡിഗ്രി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡയഗ്രാമാണ്. ആ ഡയഗ്രാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്നു. മാത്രമല്ല, ആ ജനറ്റിക് ഡിസീസിൻ്റെ ഇൻഹെറിറ്റൻസ് ഏത് ടൈപ്പാണ്, ഡോമിനൻ്റ് ആണോ റിസസീവ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് മെയിൻലി ഇതിൻ്റെ യൂസ് വരുന്നത് ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് ഡിസീസസിൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ്. So why do we use pedigree? We could have used Punnett square and chi-square test. Because Punnett square and chi-square test works well for organisms that have large number of offsprings and controlled matings. But in the case of humans, we are having small families, and even large human families have less than 20 or few child, and there occurs uncontrolled matings with heterozygotes in the case of humans, and there is a failure to truly identify parentage. So why do we prefer pedigree analysis over Punnett square and chi-square test? Punnett square and chi-square test works only with large families with controlled mating. But in the case of humans, we use pedigrees because pedigree analysis is suitable for humans because humans are having small families, and we are having uncontrolled mating with heterozygotes, and there is a failure to truly identify parentage. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പെഡിഗ്രി പ്രിഫർ ചെയ്യുന്നത്? ജനറ്റിക് ഇൻഹെറിറ്റൻസ് ഓഫ് ജനറ്റിക് ഡിസീസസിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ പെഡിഗ്രി അനാലിസിസ് പ്രിഫർ ചെയ്യുന്നത്? നമുക്ക് വേണമെങ്കിൽ പ്യുനറ്റ് സ്ക്വയറും chi-square ടെസ്റ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്യുനറ്റ് സ്ക്വയർ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഓൾറെഡി. ഇപ്പോൾ കൈ-സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ടെസ്റ്റാണ്, ബയോസ്റ്റാറ്റിയിൽ വരുന്നതാണ്. അത് നിങ്ങൾ പഠിക്കും, ബയോസ്റ്റാറ്റി വരുമ്പോൾ പഠിക്കും. ഇപ്പോൾ കൈ-സ്ക്വയർ ടെസ്റ്റോ അല്ലെങ്കിൽ പ്യുനെറ്റ് സ്ക്വയറോ വെച്ചിട്ട് നമുക്ക് ജെനറ്റിക് ഡിസീസസിൻ്റെ ഇൻഹെറിറ്റൻസ് സ്റ്റഡി ചെയ്തുകൂടെ? എന്തിനാണ് നമ്മൾ പെഡിഗ്രി അനാലിസിസ് തന്നെ യൂസ് ചെയ്യുന്നത്? ബിക്കോസ് പ്യുനെറ്റ് സ്ക്വയറും കൈ-സ്ക്വയർ ടെസ്റ്റും ലാർജ് ഫാമിലീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ കുറേ മെമ്പേഴ്സ് ഉള്ള വലിയ ഫാമിലീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്യുനെറ്റ് സ്ക്വയറും കൈ-സ്ക്വയർ ടെസ്റ്റും യൂസ് ചെയ്യുക. പിന്നെ കൺട്രോൾഡ് മീറ്റിങ്ങിന്, അതായത് കൺട്രോൾ ആയിട്ടുള്ള മീറ്റിങ്ങിനും പിന്നെ ലാർജ് ഫാമിലീസിനുമാണ് നമ്മൾ പ്യുനെറ്റ് സ്ക്വയറും കൈ-സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യുക. പക്ഷേ ഹ്യൂമൻസിൻ്റെ കേസിൽ വളരെ ഡിഫറെൻ്റ് ആണ് കാര്യങ്ങൾ. ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ കേസിൽ ഫാമിലീസ് ചെറുതായിരിക്കും എപ്പോഴും. ഇപ്പോൾ മാക്സിമം എത്ര വലുതാവും, ഒരു 20 മെമ്പേഴ്സ് ഉള്ള ഫാമിലീസ് ഹ്യൂമൻസിന് ഉണ്ടാവും. അപ്പോൾ അത്രത്തോളം ചെറിയ ഫാമിലീസാണ് ഹ്യൂമൻസിൻ്റെ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല? കൈ-സ്ക്വയർ ടെസ്റ്റും പ്യുനെറ്റ് സ്ക്വയറും യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻസിൽ അൺകൺട്രോൾഡ് മേറ്റിംഗ് ആണ് ഉണ്ടാകുക വിത്ത് ഹെട്രോസൈഗോസ്. ഇപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നത് ആരെയാണ്? നമുക്ക് അറിയാത്ത വേറെ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഹെട്രോസൈഗോസ് ആയിട്ടാണ് നമുക്ക് മേറ്റിംഗ് ഉണ്ടാകുക. പിന്നെ ഫെയിലിയർ ടു ട്രൂലി ഐഡൻറ്റിഫൈ പാരൻറ്റേജ്. അപ്പം പാരൻസിനെ നമുക്ക് ട്രൂലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂല. ഇതൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാനുള്ള കാരണം. പെഡിഗ്രി അനാലിസിസ് യൂസ് ചെയ്യാൻ കാരണം, കൈ-സ്ക്വയർ ടെസ്റ്റ് യൂസ് ചെയ്യാതെ പെഡിഗ്രി അനാലിസിസ് യൂസ് ചെയ്യാനുള്ള കാരണം ഇതാണ്. അപ്പോൾ പെഡിഗ്രി അനാലിസിസ് എന്തുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൈ-സ്ക്വയർ ടെസ്റ്റും പിന്നെ പ്യുനെറ്റ് സ്ക്വയറും യൂസ് ചെയ്യാതെ എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്യുനെറ്റ് സ്ക്വയറും കൈ-സ്ക്വയർ ടെസ്റ്റും ലാർജ് ഫാമിലീസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അതിന് എന്തായിരിക്കും, അവർക്ക് കൺട്രോൾഡ് മീറ്റിംഗ് ആണ് ഉണ്ടാകുക. പക്ഷേ ഹ്യൂമൻസിൻ്റെ കേസിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ് കാര്യങ്ങൾ. ഹ്യൂമൻസിൻ്റെ കേസിൽ സ്മോൾ ഫാമിലീസ് ആണ് ഉണ്ടാകുക. പിന്നെ അൺകൺട്രോൾഡ് മീറ്റിംഗ് വിത്ത് ഹെട്രോസൈഗോസ്, അതായത് അറിയാത്ത ഫാമിലീസ്, നമ്മുടെ ഫാമിലി റിലേഷൻ അല്ലാത്ത ആൾക്കാരെയാണ് നമ്മളധികവും കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഹെട്രോസൈഗോട്സ് ആയിട്ടാണ് നമുക്ക് അൺകൺട്രോൾഡ് മീറ്റിംഗ് ഉണ്ടാകുക. പിന്നെ പാരൻറ്റേജ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ട്രൂലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത പാരൻറ്റേജ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻസിൻ്റെ കേസിൽ പെഡിഗ്രി അനാലിസിസ് യൂസ് ചെയ്യുന്നത്. സോ ദി ഇൻഡിവിജ്വൽസ് മേ ബി വിഷ് ടു ടെസ്റ്റഡ് if there is a family history of one specific disorder and they show the symptoms of that disorder and they are connected about passaging on a genetic problem to their children. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഒരാളെ ടെസ്റ്റ് ചെയ്യേണ്ടത്, അതായത് ജെനറ്റിക് ഡിസീസസ് ഉണ്ട് എന്ന് ഒരാളെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഒന്നാമത്തെ കാര്യം, അവരെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ജെനറ്റിക് ഡിസീസസിൻ്റെ ഇൻഹെറിറ്റൻസ് ഉണ്ട് എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഫാമിലിയിലുള്ള എല്ലാവരെയും ടെസ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, അയാൾ ആ ജെനറ്റിക് ഡിസോർഡറിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. പിന്നെ മൂന്നാമത്, ചില കപ്പിൾസിന് പേടിയുണ്ടാവും, അതായത് ആ ജെനറ്റിക് ഡിസീസസ് അവരിലൂടെ അവരുടെ കുഞ്ഞുങ്ങൾക്കും പകർന്ന് കിട്ടുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ജെനറ്റിക് ഡിസോർഡേഴ്സിന് ഡയഗ്നോസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർ ആരൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ആ ആളുടെ ഫാമിലിയിൽ ഇങ്ങനൊരു ഹിസ്റ്ററി ഉണ്ടെന്ന്, ഇപ്പോൾ ആ ആളുടെ ഫാമിലിയിൽ ഇങ്ങനൊരു ജെനറ്റിക് ഡിസോർഡറിൻ്റെ ഇൻഹെറിറ്റൻസ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. രണ്ടാമത്തത്, അയാൾക്ക് ആ ജെനറ്റിക് ഡിസോർഡേഴ്സിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അയാൾ ടെസ്റ്റ് ചെയ്യണം. മൂന്നാമത്തത്, ചില കപ്പിൾസിന് എന്ത് പേടിയുണ്ടാവും, അവരുമായി അവരുടെ കുട്ടികളിലേക്ക് ഈ ജെനറ്റിക് ഡിസീസസ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന്. അപ്പം അങ്ങനെയുള്ളവരും ടെസ്റ്റ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ 3 ആൾക്കാരാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പെഡിഗ്രി അനാലിസിസിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസാണ് ഈ കാണിക്കുന്നത്. സ്ക്വയർ വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ മീൻ ചെയ്യുന്നത് മെയിലിനെയാണ്. അപ്പോൾ സ്ക്വയർ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് മെയിൽസിനെയാണ്, സർക്കിൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫീമെയിൽസിനെയാണ്. അപ്പോൾ സ്ക്വയർ മെയിൽ, സർക്കിൾ ഫീമെയിൽ. ഇനി ഈ സ്ക്വയറിൻ്റെയും സർക്കിളിൻ്റെ ഇടയിൽ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? അവർ തമ്മിൽ മേറ്റിംഗ് അല്ലെങ്കിൽ മാരേജ് നടന്നിട്ടുണ്ട് എന്നർത്ഥം. 2 ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൺസാജിനസ് മാരേജ്, അതായത് ക്ലോസ് റിലേറ്റീവ്സ് തമ്മിലുള്ള മാരേജിനെയാണ് കൺസാജിനസ് മാരേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 ലൈൻ ഇട്ടിട്ടാണ് കാണിക്കുന്നത്. ഇനി
പാരൻസിന് എപ്പോഴും മുകളിലാണ് ഉണ്ടാകുക. ഇപ്പോൾ ഒരു പെഡിഗ്രിയാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ പാരൻസ് എപ്പോഴും മുകളിലത്തെ നിലയിലാണ് ഉണ്ടാകുക, കുട്ടികളാണ് താഴത്തെ ഇതിലുണ്ടാകുക, ലെവലിലുണ്ടാകുക. അപ്പോൾ ഒരു മെയിലും ഫീമെയിലും തമ്മിൽ മേറ്റ് ചെയ്തിട്ട് 2 മെയിലും ഒരു ഫീമെയിൽ കുട്ടിയാണ് ഫോം ചെയ്തത്. അതാണ് ആ കുട്ടികളെയാണ് 1, 2, 3 എന്നിട്ടിട്ട് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ റോമൻ നമ്പർ 1 കാണിക്കുന്നത് പാരൻസിനെയാണ്, റോമൻ നമ്പർ 2 കാണിക്കുന്നത് പ്രൊഗനീസിനെയാണ്, അല്ലെങ്കിൽ കുട്ടികളെയാണ്. ഇനി ഐഡൻറ്റിക്കൽ ട്യൂൺസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഫ്രട്ടേണൽ ട്യൂൺസ് ആണെങ്കിൽ, അത് നോൺ ഐഡൻറ്റിക്കൽ ട്യൂൺസ് ആണെങ്കിൽ ഒരു കോണ് പോലത്തെ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജനറ്റിക് ഡിസീസസ് ഉള്ള കുട്ടികളെ ഷെയ്ഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ആൾക്കാർക്ക് എന്തുണ്ട്, ജനറ്റിക് ഡിസീസസ് ഉണ്ട് എന്ന് കാണിക്കും. അപ്പോൾ എഫക്റ്റഡ് മെയിൽസ് ആൻഡ് ഫീമെയിൽ, അതായത് ജനറ്റിക് ഡിസീസസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഡാർക്ക് ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആ ഫാമിലിയിൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ലൈൻ ഷെയ്ഡ് വെച്ചിട്ടാണ് കാണിക്കുക. അപ്പോൾ ലൈൻ ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്, ആ ഫാമിലി ഹിസ്റ്ററിയിൽ, അതായത് ജനറ്റിക് ഡിസോർഡറിൻ്റെ ഹിസ്റ്ററിയുള്ള ഫാമിലിയിലാണ് അവർ ജനിച്ചതെന്ന് അർത്ഥം. കരിയേഴ്സിന്, അതായത് സിംറ്റംസ് ഒന്നും കാണിക്കില്ല, അവർ കരിയേഴ്സ് മാത്രമായിരിക്കും. അതായത് ജനറ്റിക് ഡിസോർഡറിന് ട്രാൻസ്ഫർ ചെയ്യുക മാത്രമാണ് അവർ ചെയ്യുക, അവർക്ക് ഡിസീസസ് ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാരാണ് കരിയേഴ്സ് എന്ന് പറയുന്നത്. അവരെ ഒരു സർക്കിൾ ഇട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഡാർക്ക് സർക്കിൾ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡിസീസ്ഡ് ഫീമെയിൽ ആൻഡ് മെയിൽ, അതായത് മരിച്ചുപോയ ആൾക്കാരെയാണ് നമ്മൾ ഒരു ക്രോസ് ലൈൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതാണ് ഡിസീസ് ഫീമെയിൽ ആൻഡ് മെയിൽ എന്ന് പറയുന്നത്. സെക്സ് അറിയില്ലെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഒരു സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു അപ്പം ഒന്നുകൂടി പറയാം, മെയിൽസിനെ സ്ക്വയർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും, ഫീമെയിൽസിനെ സർക്കിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അവർ തമ്മിൽ ഇടയിലൊരു ലൈൻ ഉണ്ടെങ്കിൽ അത് മേറ്റിംഗ് അല്ലെങ്കിൽ മാരേജിനെ റെപ്രസെൻറ്റ് ചെയ്യും. 2 ലൈൻ ഉണ്ടെങ്കിൽ കൺസാഗിനസ് മേറ്റിംഗ് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിലുള്ള മാരേജിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ പാരൻസിനെ എല്ലാം ഫസ്റ്റ് ലെവലിലാണ് കാണിക്കുക, പിന്നെ പ്രൊഗനീസ് അല്ലെങ്കിൽ കുട്ടികളെ സെക്കൻഡ് ലെവലിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ റോമൻ നമ്പർ 1 കാണിക്കുന്നത് പാരൻസിനേക്കും, 2 കാണിക്കുന്നത് കുട്ടികളെയാണ്. പിന്നെ ഐഡൻറ്റിക്കൽ ട്യൂൺസിനെ എന്താണ് കാണിക്കുന്നത്? ഐഡൻറ്റിക്കൽ ട്യൂൺസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഉണ്ടാകുക. നോൺ ഐഡൻറ്റിക്കൽ ട്യൂൺസിനെ തമ്മിൽ കാണിക്കാൻ അടുത്ത സിമ്പിൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ജനറ്റിക് ഡിസീസ് ഉണ്ടെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ജനറ്റിക് ഡിസോർഡർ ഹിസ്റ്ററി ഉള്ള ഫാമിലിയിലാണ് ജനിച്ചതെങ്കിൽ ലൈൻ ഷെയ്ഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. കരിയർ ആണെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ഡാർക്ക് സർക്കിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഡിസീസ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ മരിച്ചു പോയവരാണെങ്കിൽ ഒരു ക്രോസ് ലൈൻ ഇട്ടിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. സെക്സ് അറിയില്ലെങ്കിൽ വേറൊരു സിമ്പിൾ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഇതാണ് പെഡിഗ്രി അനാലിസിസിൻ്റെ ജനറൽ ഇൻട്രൊഡക്ഷൻ പാർട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.